അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മുസ്ലിമീങ്ങൾക്കെതിരെയുള്ള അക്രമങ്ങൾ നമ്മുടെ ഇന്ത്യൻ സമൂഹത്തിൽ വർദ്ധിച്ചു വരികയാണ്. പലയിടങ്ങളിലും മുസ്ലിമീങ്ങളെ ക്രൂരമായി കൊലപ്പെടുത്തുന്ന വാർത്തകൾ നമ്മൾ കേൾക്കാറുമുണ്ട്. യു.പിയിലെയും ഗുജറാത്തിലും മുസ്ലിമീങ്ങൾക്ക് നേരെ തിരിയുന്ന വർഗീയവാദികളെ പോലെയുള്ള ചിലർ നമ്മുടെ കൊച്ചു കേരളത്തിലുമുണ്ട്. അതുപോലെയുള്ള ഒരു വർഗീയ വിഷമാണ് PC ജോർജ്. മുസ്ലിമീങ്ങളെ മുഴുവനായി പാകിസ്ഥാനിലേക്ക് പറഞ്ഞേക്കാനുള്ള തിരക്കിലാണ് അദ്ദേഹം. അദ്ദേഹത്തിനുള്ള കിടിലൻ മറുപടിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് അൻസാരി ഉസ്താദ്. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. പാകിസ്ഥാനിലേക്ക് പോണേ. പോവാ പ്രശ്നം ഉണ്ടാക്കല്ലേ. പോവാ പാകിസ്ഥാനിലേക്ക് പോണേ. ധൃതി വെക്കല്ലേ PC, ഈ ബട്ടൺസ് ഇട്ടോട്ടെ. അപ്പൊ ഞങ്ങള് മുസ്ലിമീങ്ങളൊക്കെ ഭീകരവാദികളും തീവ്രവാദികളൊക്കെയാണ്, ഞങ്ങൾ ഈ രാജ്യം വിട്ട് പോണെന്ന് പറയും. ഓക്കെ, ശരി. അപ്പൊ എങ്ങോട്ടാ പോകേണ്ടത്? പാകിസ്ഥാനിലേക്ക്. ഓക്കെ. അപ്പൊ ഞങ്ങൾ ഈ പാകിസ്ഥാനിലേക്ക് പോകുമ്പോഴേ ഞങ്ങളുടെ മുൻഗാമികളാകുന്ന കുറച്ച് ഭീകരവാദികളും തീവ്രവാദികളുണ്ടല്ലോ, നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ അവരുടെയൊക്കെ ഓർമ്മകൾ ഇവിടെ നിലനിൽക്കാൻ, ഇന്നും നിലനിൽക്കാൻ അവർ ഉണ്ടാക്കി വെച്ച ചില ചരിത്ര സ്മൃതികളുണ്ട്. ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾ അതും കൂടെ എടുത്തുകൊണ്ട് പോയിക്കോട്ടെ. കാരണം ഈ ഭീകരവാദികളുടെ ഓർമ്മകളൊന്നും ഇന്ത്യ മഹാരാജ്യത്ത് വേണ്ടെന്നേ. അപ്പൊ എന്ന് വരുമ്പോൾ ഞങ്ങൾ ഏതായിരുന്നാലും താജ്മഹൽ ഞങ്ങൾ കൊണ്ടുപോകാം. കുത്തുബ് മിനാറും ഇഞ്ഞെടുത്ത്, ചാർമിനാറും ഇഞ്ഞെടുത്ത്, മുഗൾ ഗാർഡൻ ഇഞ്ഞെടുത്ത്, ഫത്തേപൂർ സിക്രി ഇഞ്ഞെടുത്ത്, ആഗ്ര കോട്ട ഇഞ്ഞെടുത്ത്, അതുപോലെ തന്നെ ചെങ്കോട്ടയും ഞങ്ങൾ ഇഞ്ഞെടുത്തു. ഞങ്ങൾ പോവാണ്. ഓക്കെ. ഇനി ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഒരു സാധനം എടുക്കാൻ മറന്നുപോയി. പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദ് നഗരവും കൂടി എടുക്കുക. കാരണം എന്താ അറിയോ, ഈ മുർഷിദാബാദ് നഗരം കണ്ടിട്ട് ബ്രിട്ടീഷ് വൈസ്രോയി റോബർട്ട് പറഞ്ഞൊരു വാക്കുണ്ട്, മുർഷിദാബാദ് നഗരത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഞങ്ങളുടെ ലണ്ടൻ സിറ്റി ഒന്നുമല്ല. അങ്ങനെ രാജ്യത്തിന്റെ പൈതൃകം അല്ലെങ്കിൽ രാജ്യത്തിന്റെ യശസ് ഉയർത്തിയ ഒട്ടേറെ സംഭാവനകൾ ഞങ്ങളുടെ മുൻഗാമികളായ ഭീകരവാദികളൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ പോകുമ്പോൾ വെറുങ്കയോട് കൂടി അങ്ങ് പോകില്ല, ഞങ്ങൾ ഇതൊക്കെ എടുത്തിട്ടേ പോവുള്ളൂ. അല്ല PC ജോർജ്, ഈ നിങ്ങളുടെ കൂട്ടക്കാരെങ്കിലും ഇന്ത്യ മഹാരാജ്യത്തിന് എന്തെങ്കിലും സംഭാവന ചെയ്തിട്ടുണ്ടോ? ഞങ്ങളങ്ങനെ കുറെ നാളുകൊണ്ട് ആലോചിക്കുകയാണ്, എന്തെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് പറയാൻ കേൾക്കട്ടെ. ഈ വിൻസ്റ്റൺ ചർച്ചിലിന്റെ ഭാര്യയുടെ അണ്ടർ ഗാർമെന്റ് അല്ലാത്ത വല്ല എന്തെങ്കിലും, ഉണക്കാനിട്ടത് തിരിച്ചെടുത്തുകൊണ്ട് പോകാൻ മറന്നതല്ലാത്ത വേറെ എന്തെങ്കിലും ഉണ്ടോ അവിടെ? തലയെക്കെട്ടിരിക്കുന്ന ഉടച്ചോനെ, നീ എനിക്ക് ചോദിക്കാം, അങ്ങനെ അല്ലാത്ത എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് പറയണേ. നിങ്ങൾ എന്താണ് ഈ രാജ്യത്തിന് വേണ്ടി സംഭാവന ചെയ്തത്? നാണമില്ലേ PC ജോർജ്? ചോദിക്കുകയാണ്. നാണവും മാനും ഉളുപ്പില്ലേ? ഞാൻ ആ വേഷത്തിന്റെ ആ പ്രധാനപ്പെട്ട തലപ്പാവെടുത്ത് മാറ്റിയതിനു വേണ്ടി ഈ ചോദ്യം ചോദിക്കാൻ വേണ്ടി ഞാൻ ഈ ഭാഷയൊന്നും ഉപയോഗിക്കാറില്ല. നാണവും മാനവില്ല ഈ രാജ്യം കെട്ടിപ്പടുക്കാൻ വേണ്ടി അഹോരാത്രം കഷ്ടപ്പെട്ട ഹിന്ദുവും മുസൽമാനും കൈകോർത്ത് പിടിച്ചുണ്ടാക്കി ഈ രാജ്യത്ത് നിന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ യാതൊരുവിധ പങ്കുമില്ലാത്ത നിങ്ങൾക്ക് എന്തിനേറെ ഈ 800 വർഷക്കാലം ഈ രാജ്യം ഭരിച്ച മുസ്ലിമീങ്ങൾ, 200 വർഷം ബ്രിട്ടീഷുകാരാകുന്ന ചില പ്രത്യേക വിഭാഗക്കാർ ഭരിച്ചു തീരുന്നതിന് മുമ്പ് അവർക്കെതിരെ ഇന്ത്യയിലെ വലിയൊരു ഭൂരിപക്ഷം വരുന്ന മനുഷ്യർ ഒറ്റക്കെട്ടായി നിന്ന് സമരം ചെയ്ത് ഇവിടുന്ന് ഓടിക്കേണ്ടി വന്നു. അവർക്കൊക്കെ മതമുണ്ടെന്നേ. സാക്ഷാൽ വിൻസ്റ്റൺ ചർച്ചിൽ 1945 എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പശ്ചിമ ബംഗാളിൽ പ്രതിവർഷം ലക്ഷക്കണക്കിന് മനുഷ്യർ പട്ടിണി കൊണ്ട് മരിക്കുന്നു. എങ്ങനെ ഈ പട്ടിണി കൊണ്ട് മരിച്ചത്? ഈ രാജ്യത്തിന്റെ വിഭവ സമ്പത്ത്, ഈ രാജ്യത്തിന് മുഴുവൻ ഊട്ടാനുള്ള വിഭവ സമ്പത്ത് പശ്ചിമ ബംഗാളിൽ മാത്രം സംഭരിക്കാൻ കഴിയും. അത്രയും നല്ല വിളനിലമാണ്, കൃഷിയുടെ വിളനിലമായ പശ്ചിമ ബംഗാളിൽ നിന്ന് ആ ഭക്ഷ്യവസ്തുക്കൾ മുഴുവൻ കൊള്ളയടിച്ച് സ്വന്തം രാജ്യത്തേക്ക് കൊണ്ടുപോയി. അതൊരു പരാതിപ്പെടാൻ വേണ്ടി ഇന്ത്യയിൽ നിന്നൊരു കത്ത് അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ വിൻസ്റ്റൺ ചർച്ചിൽ കൊടുത്തപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞറിയോ? അവരൊക്കെ പോയി ചാകട്ടെ, കാട്ട് മുയലുകൾ പെറ്റുപെരുകുന്ന പോലെ പെറ്റുപെരുകുന്ന വെറും മൃഗങ്ങളാണ് ഇന്ത്യക്കാരി എന്ന് പറഞ്ഞത് ചരിത്രത്താളിൽ ഞാൻ കാണിച്ചു തരാൻ കഴിയും. അങ്ങനെ ഇന്ത്യ രാജ്യത്തിന് വേണ്ടി ഒരു മണ്ണാങ്കട്ടയും ചെയ്യാത്ത നിങ്ങളാണോ ഞങ്ങളോട് ഈ രാജ്യം വിട്ട് പോകാൻ പറയുന്നത്? ഞങ്ങൾ ഈ രാജ്യത്ത് നിന്ന് പോകണമെങ്കിലേ ഈ രാജ്യത്ത് ഞങ്ങളുടെ മുൻഗാമികൾ ഉണ്ടാക്കിയ പൈതൃകങ്ങൾ മുഴുവനും ഞങ്ങൾ അതും കഷ്ടത്ത് വെച്ചോട്ടേ പോകുള്ളൂ. പറഞ്ഞ മനസ്സിലായ? നിങ്ങൾക്ക് എടുക്കാൻ വിൻസ്റ്റൺ ചർച്ചിലെ പെണ്ണുമ്പോഴുടെ അണ്ടർ ഗാർമെന്റ് അല്ലാത്ത ഒരു സാധനം നിങ്ങളുടെ കയ്യിലുണ്ടാവില്ല. അതുകൊണ്ട് മര്യാദക്ക് വർത്തമാനം പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു തആല അൻസാരി ഉസ്താദിന് ദീർഘായുസ് നൽകുമാറാകട്ടെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഉസ്താദിന്റെ കൂടെ നമ്മളെയും ഒരുമിച്ച് കൂടട്ടെ. ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി പിന്നീട് കാണാം. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.